വിശ്വാസ വെളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി ആധികാരികമായും ലളിതമായും വസ്തുനിഷ്ഠമായും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടുന്നത് ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ അധ്യാപകനും അവിടുത്തെ മുൻ പ്രസിഡൻറ്റും കൂടിയായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കുമ്പസാരം ഒരു കൗൺസിലിംഗ് ആണോ എന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് തന്നെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യൻ്റെ മനസ്സും ശരീരവും ആത്മാവുമുള്ള മനുഷ്യൻ അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പാപാവസ്ഥയിൽ അതെങ്ങനെയാണ് അവനെ ബാധിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ എങ്ങനെയാണ് അത് അവനെ കഴുകി വൃത്തിയാക്കുന്നതെന്നൊക്കെ അച്ഛൻ വിശദീകരിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ ഈ കുമ്പസാരം എന്ന കുദാശയുടെ മർമ്മം എന്താണ്, അല്ലെങ്കിൽ അനുതാപം ആണോ, അനുദപിക്കുന്നതാണോ, അതിൻ്റെ ലക്ഷണം എന്താണ് ആ കുമ്പസാരം എന്ന കുദാശയുടെ? ഈ അനുരഞ്ജന കൂദാശയുടെ മർമ്മം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ മനസ്സിൽ ഈ അനുരഞ്ജനം കൂദാശ എന്നുള്ള വാക്ക് ഇപ്പോഴും അത്ര അങ്ങോട്ട് സുപരിചിതമായിട്ടില്ല. എല്ലാവരും ഇപ്പോഴും കുമ്പസാരം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 5 ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതിൽ ഒരു പാപങ്ങൾ ഏറ്റുപറച്ചിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മനസ്തപിക്കൽ എന്നാണ്, പിന്നെ പ്രായശ്ചിത്തം ചെയ്യൽ. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഫോക്കസ് കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും ഈ അനുരഞ്ജന കൂദാശയുടെ മർമ്മം എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലാണെന്നോ, അല്ലെങ്കിൽ മനസ്തപിക്കൽ മാത്രമാണെന്നോ, അല്ലെങ്കിൽ പരിഹാരം അനുഷ്ഠിക്കുന്നത് ചെയ്യലാണെന്നോ ഉള്ള രീതിയിൽ നമ്മുടെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിൽ ഈ അനുരഞ്ജന കൂദാശ എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ അനുരഞ്ജന കൂദാശയുടെ ഏറ്റവും മർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ 3 കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാന ഭാവങ്ങളാണ്. പാപങ്ങളെല്ലാം നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു. പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്, അങ്ങനെ പശ്ചാത്തപിക്കുന്നത്, ചെയ്യുന്ന പ്രതിജ്ഞ എടുക്കുന്നത്, പിന്നീട് നമ്മളത് വൈദികനോട് പറയുന്നത്, ചെയ്യുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. അത് 5 ഘടകങ്ങൾ കിടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഫോക്കസ് ചിലപ്പോൾ അല്പം നഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും നടക്കുന്നത് എന്താ പറഞ്ഞാൽ, ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ പാരമ്യത ഒരു പാപി തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ ഒരാനന്ദമാണ് വാസ്തവത്തിലെ കുമ്പസാരത്തിൻ്റെ മർമ്മം എന്നൊക്കെ പറയുന്നത്. ദൈവകാരുണ്യം സ്വീകരിക്കുന്ന ഒരാൾ, ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, ഞാൻ മനുഷ്യനെന്ന രീതിയിൽ ഇന്ന പോരായ്മകളുള്ള ആളാണ്, ഞാൻ എടുക്കുന്ന പ്രതിജ്ഞകൾ എനിക്ക് നിറവേറ്റാൻ സാധിക്കുന്നില്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു, ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ദൈവം എന്നോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ വലിപ്പം അത് ആലോചിക്കുകയും ആ കാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വരുന്ന വലിയ സന്തോഷത്തിൻ്റെ ഒരു കൂദാശയായിട്ടാണ്, ദൈവകാരുണ്യത്തിൻ്റെ ആഘോഷമായിട്ടാണ് ഞാൻ വാസ്തവത്തിൽ അതാണ് അനുരഞ്ജന കൂദാശയുടെ മർമ്മം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് തന്നെ പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിന് മാനസാന്തരം ആവശ്യമാണ്. പക്ഷേ ഈ മാനസാന്തരങ്ങൾ തന്നെ പലതരത്തിലുള്ള മാനസാന്തരങ്ങളൊക്കെ ഉണ്ട്. മനസ്താപങ്ങൾ, അതായത് പൂർണ്ണ മനസ്താപം, ലഘു മനസ്താപം എന്നൊക്കെ പറയണതിൽ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പാപത്തിൽ നിന്നുള്ള ഈ പിന്തിരിയൽ, യഥാർത്ഥത്തിലുള്ള അവസ്ഥാന്തരം, മാനസാന്തരം, അത് സുവിശേഷാത്മകമായ ജീവിതത്തിലേക്ക് ഞാൻ ഇനി ജീവിച്ചു കൊള്ളാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തീർപ്പും ആഗ്രഹവും അതിന് തീവ്രമായി പരിശ്രമിക്കുമെന്നുള്ളതിൻ്റെ ആ ഇച്ഛാശക്തിയും എല്ലാം ഇതിൻ്റെ ആഴമായ കാര്യങ്ങളാണ് വാസ്തവത്തിൽ. അപ്പോൾ ഈ മാറ്റമാണ് ശരിക്കും നടക്കുന്നത് അവിടെ. ഈ ഒരു പൂർണ്ണ മനസ്താപം എന്ന് പറയുന്നതും ഒരു ലഘു മനസ്താപം എന്ന് പറയുന്നത് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമാണ്. അതുകൂടി ഞാനിവിടെ പറഞ്ഞേക്കാം. ഈ പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് എതിരെ ഞാൻ പ്രവർത്തിച്ചു, ദൈവത്തിൻ്റെ സ്നേഹം ഇത്രമാത്രം അനുഭവിച്ചിട്ടും ഞാൻ പ്രതിനന്ദി കാണിച്ചില്ല എന്നുള്ളതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു വിഷമമാണ് വാസ്തവത്തിൽ പൂർണ്ണ മനസ്താപം. എന്നാൽ ഈ ലഘു മനസ്താപം എന്നൊക്കെ പലപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ അപൂർണ മനസ്താപം എന്ന് വേണമെങ്കിൽ പറയാം, അത് എന്താണെന്ന് വെച്ചാൽ ഭയത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. എനിക്ക് ശിക്ഷ കിട്ടുമോ, ഞാൻ നരകത്തിലേക്ക് പോവോ, തേളുകളുടെ കൂടെ കിടക്കുവോ, തീയിൽ കിടക്കുവോ, വെള്ളം കിട്ടാണ്ട് കിടക്കുവോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഭയത്തിൽ നിന്ന്, അന്ത്യവിധിയിൽ എനിക്ക് നേരിടാൻ പോകുന്ന അതിനെക്കുറിച്ചുള്ളൊരു ഭയം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇപ്പം തന്നെ തിന്മ ചെയ്താൽ എനിക്ക് ഇവിടെ വരാൻ പോകുന്ന
കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ ഭയത്തിൽ നിന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് ഷോയിൽ വിവിധ മത നേതാക്കളൊക്കെ ഉള്ളൊരു സംഗതിയായിരുന്നു. അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെ, സാംസ്കാരിക നായകന്മാരെ ആ ചർച്ചയിൽ മുന്നോട്ട് കൊണ്ടുവന്ന ഞങ്ങൾ മതപ്രതിനിധികൾ എന്ന രീതിയിൽ അവർ ഞങ്ങളുടെ മുന്നിൽ ഉയർത്തിയ ഒരു വെല്ലുവിളി ഇതായിരുന്നു. മതങ്ങളിപ്പോഴും ഭയപ്പെടുത്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കുട്ടികളിൽ വരുത്തുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അന്ന് ചർച്ച വന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, അതുപോലെ മറ്റ് മതത്തിൻ്റെ പ്രതിനിധികളും പറഞ്ഞു, അതൊരു പണ്ടത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു. കാരണം അന്ന് സാംസ്കാരികമായിട്ട് അങ്ങനെയായിരുന്നു, വീട്ടിലെ ശിക്ഷണങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഭയത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ് ഇന്ന് ദൈവം സ്നേഹിക്കുന്നവനാണ്. വാസ്തവത്തിൽ വിശ്വാസം പോലും ആദ്യകാലത്ത് ഭയത്തിൽ നിന്നാണല്ലോ. പക്ഷേ ഒരു വിശ്വാസി വളർന്നു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഈ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചുള്ള ഒരു വിശ്വാസം. അത് മനുഷ്യൻ ആദ്യകാലത്ത് ഭയം ഉണ്ടായിരുന്നത് പോലെ തന്നെ അതിനോട് ഒപ്പം തന്നെ ഉണ്ടായിരുന്ന വേറൊരു വികാരമായിരുന്നു അത്ഭുതപ്പെടുക. അത് ഈ അത്ഭുതമാണ് സ്നേഹമായിട്ട് മാറുന്നത്. ഈ ഭയമുണ്ട്, പ്രകൃതി ശക്തികളുടെ മുന്നിൽ ഭയന്നു, അതിൽ നിന്ന് ഒരു മതത്തിൻ്റെ തുടക്കം വരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ പ്രകൃതി, ഈ പ്രപഞ്ചത്തിൻ്റെ നന്മ കണ്ടിട്ട്, സൗന്ദര്യം കണ്ടിട്ട് മനുഷ്യനിങ്ങനെ അത്ഭുതപ്പെടുന്നതാണ്, ആനന്ദിക്കുകയാണ്. ആ ആനന്ദത്തിൽ നിന്നും കൂടിയാണ് സന്തോഷവും അതുപോലെ മതത്തിൻ്റെ അടിസ്ഥാനമാണ്. വാസ്തവത്തിൽ ഈ കാര്യമാണ് ഇന്ന് നമ്മൾ മതങ്ങൾ വീണ്ടും വീണ്ടും ക്രിസ്തുമതത്തിൻ്റെ തനിമ എന്ന് പറയുന്നു അത് തന്നെയാണ്. അതുകൊണ്ട് യേശു എപ്പോഴും പറയുന്നത് എന്താണ്? വായ തുറന്നാൽ ആൾ പറയുമ്പോൾ ഭയപ്പെടരുത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്കെല്ലാം കാണുമ്പോൾ പറയണത് ഭയപ്പെടരുത് നിങ്ങൾ. അപ്പോൾ ഈ ഭയപ്പെടരുത് എന്ന് പറയുന്നത് ക്രിസ്തീയതയുടെ, ആത്മീയതയുടെ ഏറ്റവും വലിയ കാര്യമാണ്. ഭയം കൊണ്ടല്ല. ഞാനതൊരു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം എനിക്ക് 60 വയസ്സായി. ഇതുവരെ ഞാൻ എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുന്നില്ല, ഇത് ചെയ്താലേ എനിക്ക് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ഞാൻ നരകത്തെ പോകുന്നു. ഈ നരക സ്വർഗ ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അന്ത്യനാളിലുള്ള കാര്യങ്ങൾക്ക് അർത്ഥമില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതല്ല ഇതുവരെ. ഇനി എനിക്ക് അറിഞ്ഞൂടാ, കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ഞാൻ കുറേശ്ശെ ചിന്തിക്കാൻ തുടങ്ങുമായിരിക്കും. ഇങ്ങനെ ഈശ്വര, ഞാൻ ഇനി നരകത്തെ പോവാവോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കണം. അങ്ങനൊരു ചിന്ത ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഭാഗ്യത്തിന് എന്തോ ഒരു ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച ദൈവശാസ്ത്രം കൊണ്ടായിരിക്കാം ഈ സമയത്ത് നിരന്തരമായിട്ടുള്ളൊരു വിളി എനിക്കുണ്ട് ദൈവത്തിനോട് ചെയ്യാനായിട്ട്. അതിൽ നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് മനസാക്ഷി പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ സുവിശേഷം എന്നോട് പറയുന്നു. അതിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് അത് ചെയ്യാം. പക്ഷേ ഭയന്നിട്ട്, ഞാൻ നരകത്തെ പോകാൻ ഭയന്നിട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു മെറിറ്റില്ലല്ലോ. അപ്പോൾ ദൈവം എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ ഈ കുമ്പസാരിക്കണമെങ്കിലോ നമുക്ക് ഭയങ്കര ആനന്ദമാണ് ഓരോ കുമ്പസാരത്തിൽ. അതിന് ബൈബിളിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നമ്മൾ അതിലേക്ക് വരും. പക്ഷേ പഴയ നിയമത്തിൽ തന്നെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭ, അന്ന് ജനം, പ്രവാചകന്മാർ ഇത് അംഗീകരിച്ചിരുന്നില്ല, ഈ ഭയത്തിൽ നിന്നുള്ള പരിപാടി. യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിച്ചിരുന്നത് ബാഹ്യമായ പ്രകടനങ്ങളിലുള്ള മാറ്റമല്ല, ആഴമായ മാനസാന്തരം തന്നെയാണ് ഈ കുമ്പസാരത്തിൻ്റെ മർമ്മമെന്ന്. ഇപ്പോൾ യോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 12-13 വാക്യങ്ങളിൽ ഞാൻ പലപ്പോഴും നമ്മുടെ ധ്യാനങ്ങളിൽ അത് നമ്മുടെ തന്നെ ധ്യാനത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ പോലും ജോയേൽ പ്രവാചകൻ എന്ന് പറയുന്ന ആൾ ഈ അനുതാപത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഉപവാസവും നെടുവീർപ്പും ഒക്കെ വേണം, പാപബോധം വേണം. പക്ഷേ അതിനേക്കാൾ ഉന്നതമായിട്ട് നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടത് എന്താണ്? അത് ദൈവത്തിൻ്റെ ക്ഷമയാണ്. ദൈവം കാരുണ്യവാനാണ്, അവൻ ക്ഷമാശീലനാണ്, അവൻ നമ്മൾ എത്ര പാപം ചെയ്താലും വീണ്ടും തിരിച്ചെടുക്കാൻ തയ്യാറാണ്. ഈ ഔദാര്യത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമാണ് വാസ്തവത്തിൽ കുമ്പസാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് തന്നെ എസെക്കിയേൽ പ്രവാചകനും പറയുന്നുണ്ട്. 36-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങളുള്ള ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ജീവൻ ഞാൻ നിങ്ങൾക്ക് നൽകും, ശുദ്ധജലം ഞാൻ നിങ്ങളുടെ മുന്നിൽ തെളിക്കും, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകും. നേരത്തെ ബിജു പുതിയ സൃഷ്ടിയാവുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത്
കുംഭസാരത്തിൻ്റെ മർമ്മം അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശയുടെ മർമ്മം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പാപങ്ങൾ ഓർക്കുക, ഏറ്റുപറയുക, അല്ലെങ്കിൽ അന്ന് ഉപവസിക്കുക, കുറേ ഒരു നേരം എടുത്ത് അല്ലെങ്കിൽ കുറേ നോമ്പ് നോറ്റ് ശരീരത്തെ പീഡിപ്പിച്ച്, പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ മുള്ളുകൊണ്ട് കുത്തി, അങ്ങനെയൊക്കെ നമ്മൾ കല്ലുമ്മ മുട്ടുകുത്തി, ഇതൊക്കെ ഒരു ബാഹ്യ പ്രകടനമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ്. അത് അനുഭവിക്കുന്ന നിമിഷങ്ങളാണ്. അത് എന്നിട്ട് അതിൻ്റെ ആ വലിയ ബാധ്യതയിൽ നിന്ന് എന്നോട് ഇത്രയും കാരുണ്യം കാണിച്ച ദൈവത്തിനോട് പ്രതിനന്ദിയായിട്ട് നാം സുവിശേഷാത്മകമായൊരു ജീവിതം നയിക്കലാണ് വാസ്തവത്തിൽ കുംഭസാരത്തിൻ്റെ മർമ്മം എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഗതി നമ്മുടെ വിശ്വാസ സമൂഹം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഭവം. പലപ്പോഴും നമ്മുടെ ഈ കുംഭസാരത്തിലുള്ള ഒരു മനസ്താപം, നേരത്തെ പറഞ്ഞ പോലെ ഒരു അപൂർണ മനസ്താപമാണ്. ഈ ഒരു ശിക്ഷയെ ഭയന്നുകൊണ്ടുള്ള എൻ്റെ ഒരു മനസ്താപമാകുന്നു. അല്ലെങ്കിൽ ഞാൻ കുംഭസാരിക്കുന്നു, എനിക്ക് വരാൻ പോകുന്നൊരു ശിക്ഷ, നിത്യനരകത്തെ ഭയപ്പെട്ടിട്ട് ഒരു അനുതാപം. അപ്പോൾ അത് വാസ്തവത്തിൽ എനിക്ക് അവിടെ ഒരു സ്വേച്ഛയുണ്ട്, എനിക്ക് സ്വർഗം വേണമെന്നുള്ള. എനിക്ക് തോന്നുന്നു പൂർണ്ണ മനസ്താപം എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ പിന്നെ സമ്പൂർണ്ണ സറണ്ടറിങ് ആണ്. അവിടെയാണ് ഈ അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മകൻ എന്നെ സ്നേഹിച്ചുകൊണ്ട് അനുസരിക്കുന്നതും സ്നേഹം കൊണ്ട് അനുസരിക്കുന്നതും എന്നെ ഭയപ്പെട്ട് അനുസരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. രണ്ടും അനുസരണമാണ്. ശാശ്വതമായി നിലനിൽക്കുന്നതും നൈസർഗികമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂട്ടായിട്ട് ശക്തി ആയിട്ട് മാറുന്നതും വാസ്തവത്തിൽ ഈ സ്നേഹത്തിൽ നിന്നുള്ള ഒരു സ്നേഹം കൊണ്ടേ മനുഷ്യനെ തിരുത്താനായിട്ട് സാധിക്കുള്ളൂ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ആഴമായ ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഒരു പാപിക്ക് അവൻ്റെ പാപത്തോട് നോ പറയാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു വെറുതെ ഇങ്ങനെ ഒരു ആളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്തോ ഗുരു ഞാൻ യൂത്തിനോട് ചോദിച്ചു എന്താ കുംഭസാരെന്ന് ചോദിച്ചപ്പോൾ ഒരു യൂത്ത് പറഞ്ഞു കുരു എന്ന ഓട്ടോയിലൂടെ ശുശു എന്ന് പറയുന്നതാകുന്നു കുംഭസാരം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്നെ ആട്ടിയതാണല്ലേ നിങ്ങൾ ഒരു യൂത്ത് ഇത് കാണില്ല. അവർ ആട്ടിയതല്ല അച്ഛൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് കുംഭസാരത്തെ കാണുന്നതെന്ന് പറയാനല്ലേ. അപ്പോൾ ഇപ്പം എന്തുകൂടെ നടക്കണമെന്ന് വെച്ചാൽ ഒരു ഗുരു ഓട്ടയുള്ള സ്ഥലത്തൂടെ ശുശുന്നുണ്ട് ആർക്കൊന്നും മനസ്സിലാവില്ല, ഫാനും കറങ്ങുന്നുണ്ട് കറന്ന്, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെ എന്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ ഒന്നും പറയാൻ പറ്റാത്ത കേൾക്കാത്ത നേരം അച്ഛൻ പിന്നെ കയ്യാങ്കളി തുടങ്ങും. 3, 5 ഇങ്ങനെ ആംഗ്യങ്ങളൊക്കെ കാണിച്ചാണ് ചില നേരത്ത് പറയണേ. അതുപോലെ ജനത്തിരക്കാണ് അവിടെ, അത് ശരിക്കും നടക്കുന്നില്ല എന്നൊക്കെ യൂത്ത് എന്നോട് തുറന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് ഒരു വെറുതെ ഒരു യാന്ത്രികമായിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള ഒരു കർമ്മമല്ല, ശരിക്കൊരു സ്നേഹ അനുഭവത്തിലേക്ക് പോകുന്നതാണ്. മാത്രമല്ല അതുകൊണ്ട് ഈ കുംഭസാരത്തിൻ്റെ നിലനിൽക്കണമെങ്കിൽ ആ കുംഭസാരം യഥാർത്ഥത്തിൽ ഒരു വൃത്തിയുള്ളതായി തീരണമെങ്കിൽ, ഫലദായകമായി തീരണമെങ്കിൽ നമ്മളിപ്പോൾ അയൽക്കാരനോട് രമ്യപ്പെടാനുണ്ടെങ്കിൽ അത് രമ്യപ്പെടണം. അതിൻ്റെ ഈ പരിഹാരം നിർദ്ദേശിക്കുന്നതിലേ അതൊക്കെയാണല്ലോ നമ്മൾ പലപ്പോഴും പറയുന്നത്. അതുപോലെ അയൽക്കാരൻ്റെ വേദനകളിൽ സഹായിക്കുന്നത് എന്താണ് യഥാർത്ഥ പ്രാർത്ഥന, എന്താണ് യഥാർത്ഥ ബലി എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. ഇത് വളരെയധികം പ്രവാചകൻ അച്ഛൻ പറഞ്ഞ ഇപ്പോൾ യൂത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വളരെ ശരിയായ ഒരു കാര്യമാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് ഇപ്പോൾ കുമ്പസാരത്തോട് അവേഴ്ഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതൊരു യാന്ത്രിക പ്രവൃത്തിയായിട്ട് ഈ ഭയപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു വിചാരം എങ്ങനെയോ അവരുടെ ബോധ മനസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കുറേ കൂടി ഗൗരവമായി കാണുകയും ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൽ നിന്നും അകന്നുപോയി തിരിച്ച സ്നേഹത്തിലേക്ക് വരുന്ന പ്രക്രിയയാണെന്നതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഈ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ കുമ്പസാരം എന്ന കുദാശയിലൂടെ ബന്ധം നഷ്ടപ്പെട്ടു. നമ്മൾ സഹോദരങ്ങളോടുള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധം ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു വരലാണ്. അപ്പോൾ ഈ കുമ്പസാരക്കൂട്ടിരിക്കുന്ന വൈദികൻ സഹോദരങ്ങളുടെയും ദൈവത്തിൻ്റെയും ഈ പ്രകൃതിയുടെ പ്രതീകമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഞാൻ പള്ളിയിൽ ഖുർആൻ തുടങ്ങി കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞു കുമ്പസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുറകിൽ അച്ഛൻ കുമ്പസാരിപ്പിക്കേണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ഈ പ്രക്രിയ നടക്കും? ഇവിടെ കുർബാന നടക്കുന്നു, പുറകിൽ ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ പോലും നമ്മുടെ യുവജനങ്ങൾ ഇത് കാണുമ്പോൾ അവരെ ശരിക്കും കുമ്പസാരത്തിൻ്റെ അതിൻ്റെ മർമ്മം എന്താണെന്ന് അവർക്ക് മീനിങ് ഫുള്ളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മുടെ ചെറുപ്പക്കാർ. ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് അവരെ അങ്ങനെ കുമ്പസാരിപ്പിച്ചാൽ അവരാ കുമ്പസാരം എന്ന കുദാശയെ മാറോട് ചേർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സഭയുടെ ചരിത്രം നോക്കിയാൽ മതി. സഭയുടെ ചരിത്രത്തിൽ ഇത് വളരെ അർത്ഥവത്തായിട്ട് തന്നെയാണ് ഈ കുമ്പസാരം നടന്നിരുന്നത്. ആദ്യകാലങ്ങളിൽ ആദിമ നൂറ്റാണ്ടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത് എന്താ, പരസ്യമായിട്ട് ഏറ്റുപറയല്ലായിരുന്നു.
അല്ല ചാ, അത് ഒന്ന് വിശദീകരിക്കുന്നതല്ലാണ്. ഈ കുമ്പസാരം എന്ന് പറയുന്ന കുദാശ ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ കാലഘട്ടം AD 150 കൂടിയൊക്കെയാണ് ഈ കുമ്പസാരം എന്ന് പറയുന്ന കുദാശ എന്ന രീതിയിൽ വരുന്നത്. ആദ്യമ കാലഘട്ടങ്ങളിൽ മാമോദീസയും വിശുദ്ധ കുർബാനയും, തുടർന്ന് കുമ്പസാരം എന്ന് പറയുന്ന ഒരു കുദാശ രൂപപ്പെട്ടു. അതിനൊരു ചരിത്രം ഒന്ന് ഹ്രസ്വമായിട്ട് പറയാമോ? അതോടൊപ്പം തന്നെ ഈ പൊതു കുമ്പസാരം, നമുക്കറിയുന്ന ഒരു ആദ്യത്തെ കുമ്പസാരം എല്ലാവർക്കും പൊതു കുമ്പസാരമായിരുന്നു. പക്ഷേ ഈ പൊതു കുമ്പസാരത്തിൻ്റെ ഒരു സാമൂഹ്യ മാനം ഈ രഹസ്യ കുമ്പസാരം വന്നതോടുകൂടി നഷ്ടപ്പെട്ടുവോ? അതായത് ആദിമ നൂറ്റാണ്ടുകളിൽ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ബിജു സാറ് പറഞ്ഞതുപോലെ ഇത് ക്രമേണ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. കാരണം അങ്ങനെയായിരുന്നല്ലോ സഭ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബൈബിളിൽ യേശു ഈ അധികാരം അവർക്ക് കൊടുത്തിരുന്നു. അത് മെത്രാന്മാരത് മനസ്സിലാക്കിയിരുന്നു. അപ്പസ്തലന്മാരുടെ പിന്തുടർച്ചയായിട്ട് അത് പരികർമ്മം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ ജനങ്ങൾ കൂടി, സാഹചര്യങ്ങൾ മാറി, മതപീഡനം നടക്കുന്നു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എങ്കിലും അന്ന് നമ്മൾ പരസ്യമായിട്ടുള്ള പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു ജോലിയുണ്ട്. ഈ അഗാപ്പയിലും അതുപോലെ ദിവ്യകാരുണ്യം പങ്കുവയ്ക്കുന്നില്ല, കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവയ്ക്കുന്ന കുർബാന എന്ന് പറയുന്ന അന്നത്തെ ബലിയുടെ ആദിമ രൂപങ്ങൾ ആദിമസഭയിൽ നടക്കുമ്പോൾ ചിലപ്പോൾ ഭൂമിയുടെ അടിയിലായിരുന്നായിരിക്കാം. അങ്ങനെ നടക്കുന്ന അവസരത്തിൽ പോലും ഈ വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളെ അവർ മാറ്റി നിർത്തിയിരുന്നു. അപ്പോൾ അതിന് പരിഹാരമായിട്ട് വന്നിരുന്നത് പരസ്യമായിട്ടുള്ള ഏറ്റുപറച്ചിലായിരുന്നു, പ്രായശ്ചിത്തങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് മേജർ സിൻസിന്, അതായത് കൊലപാതകം, വ്യഭിചാരം, അല്ലെങ്കിൽ വിശ്വാസത്യാഗം ചെയ്ത ആളുകളെയൊക്കെ, അത് ആ ശിക്ഷയെക്കുറിച്ച് നമ്മൾ തെസ്സലോനിക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് ലീഹ 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹം കത്തെഴുതുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുവാണ്, അവൻ ലജ്ജിക്കേണ്ടതിനെ അവനുമായി ഇടപെടാതിരിക്കുക. ആദ്യം അവരോട് പറയുന്നത് നിങ്ങൾ അവനെ ഉപദേശിക്കണം എന്നൊക്കെയാണ് കത്തിൽ, അവൻ നല്ല രീതിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ. എന്നിട്ട് ഇനി അവനത് കേൾക്കുന്നില്ലെങ്കിൽ അവനുമായി ഇടപെടാതെ, അവനെ ഒരു ശത്രുവായി പരിഗണിക്കരുത്. അതാണ് അതിൻ്റെ മഹിമ. മറിച്ച് ഒരു സഹോദരനെ എന്നതുപോലെ ഉപദേശിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അന്ന് ഈ ഒരാൾ പാപം ചെയ്താൽ അതൊരു വ്യക്തിപരമായ പ്രശ്നമായിട്ട് അവസാനിക്കുന്നില്ല, അത് പരസ്യമായൊരു കാര്യമാണ്. അപ്പോൾ അതിന് കുറേ കൂടി അർത്ഥം ഉണ്ടായിരുന്നു. പരസ്യമായിട്ട് തന്നെ അവനെ പാപം ഏറ്റുപറയുന്നു. അങ്ങനെ മാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ ഈ മാമോദീസയൊക്കെ ആദിമ കാലഘട്ടത്തിൽ ഇപ്പോഴത്തുള്ള ശൈശവ മാമോദീസ അന്ന് ഇല്ലല്ലോ. ആദ്യകാലങ്ങളിൽ, ഏറ്റവും ആദ്യകാലങ്ങളിൽ ഒരു പ്രാവശ്യം മാമോദീസ സ്വീകരിച്ചാൽ പിന്നെ പാപം ചെയ്യാൻ പാടില്ല. കാരണം അത്രയും വിശുദ്ധമായ ജീവിതമാണ് നമ്മൾ ദൈവത്തിൻ്റെ പുത്രനും പുത്രികയായി. അതുകൊണ്ട് പക്ഷെ പിന്നീട് ജനം വർദ്ധിക്കുകയും വിശ്വാസികൾ കൂടുതലുണ്ടാവുകയും കാലം മാറുകയും സംസ്കാരം മാറുകയും ചെയ്തപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ഒരു 6-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് വാസ്തവത്തിൽ ഈ വ്യക്തിപരമായ കുമ്പസാരം വന്നത്. അതുവരെ ഇങ്ങനെ പരസ്യമായ ഏറ്റുപറച്ചിലുകളാണ് ഉണ്ടായിരുന്നത്. ശിക്ഷകളും പുറത്താക്കലൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വചന ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തു പോകണം. എന്നിട്ട് പിന്നെ അവസാനം, അതാണ് നമ്മുടെ കുർബാനയിൽ ഇപ്പോഴും മാംസം സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം. അല്ലെങ്കിൽ അവർ മാത്രമല്ല, മാംസം സ്വീകരിക്കാത്തവർ മാത്രമല്ല, ഇങ്ങനെ പുറത്താക്കപ്പെട്ടവരാളുകളും ആ സമയത്ത് പുറത്തു പോകണം. അവർക്ക് ഈ കർത്താവിൻ്റെ ശരീരവും രക്തവും. അപ്പോൾ അവിടെയും ഈ പാപബോധം ഉണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടായിപ്പോൾ അയർലൻഡിലെ ചില മിഷണറിമാരാണ് വാസ്തവത്തിൽ ഈ വ്യക്തിപരമായ കുമ്പസാരം എന്നുള്ള ആശയം കൊണ്ടുവന്നത്. വ്യക്തിപരമായ ഏറ്റു പറഞ്ഞാൽ മതി. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം അപ്പോഴേക്കും മനുഷ്യൻ്റെ ഈ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നല്ല അവൻ്റെ അഭിമാന ബോധം കുറച്ചുകൂടി കൂടുതൽ ഗൗരവമായിട്ട് ജനങ്ങൾ കണക്കാക്കാൻ തുടങ്ങി. അപ്പോൾ അത് സംസ്കാരത്തിൻ്റെ ഒരു വളർച്ചയിൽ 12-ാം നൂറ്റാണ്ടായപ്പോൾ ലാറ്ററൻ കൗൺസിൽ, 4-ാമത്തെ ലാറ്ററൻ കൗൺസിലിൽ തന്നെ പറയുകയാണ് വാർഷിക കുമ്പസാരം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. കാരണം ഒരുപാട് ജനങ്ങളായി, മധ്യയുഗത്തിൽ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറയാനുള്ള ഒരു രീതിയിലേക്ക് അത് വന്നു. പക്ഷേ ഈ വ്യക്തിപരമായ കുമ്പസാരത്തിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രഹസ്യഭാവമുണ്ട്. പണ്ടാണെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയുമായിരുന്നല്ലോ. ഒരു രഹസ്യഭാവമുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയോട് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും വിചാരിക്കണേ അച്ഛന്മാർ കുമ്പസാരിക്കണില്ല എന്ന്. അച്ഛന്മാരെല്ലാവരും കുമ്പസാരിക്കുന്നുണ്ട്. മാസത്തിലെ മാസധ്യാനമുണ്ട് ഞങ്ങൾക്ക്, ഓരോ രൂപതയിലും ഓരോ കോൺഗ്രിഗേഷനിലും. അച്ഛന്മാരെ അപ്പോൾ തന്നെ കുമ്പസാരത്തിന് വേണ്ടി 1-1.5 മണിക്കൂർ കഴിച്ചിട്ടുണ്ട്. എല്ലാ അച്ഛന്മാരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കുമ്പസാരിക്കുകയാണ്. ഇനി അതിൽ പോകാൻ പറ്റാത്തവർ വേറെ രീതിയിൽ കുമ്പസാരിക്കും. അപ്പോൾ മാർപ്പാപ്പയും കുമ്പസാരിക്കുന്നുണ്ട്, മെത്രാനും കുമ്പസാരിക്കുന്നുണ്ട്, എല്ലാവരും കുമ്പസാരിക്കുന്നുണ്ട്. അൽമാര് മാത്രമൊന്നുമല്ല കുമ്പസാരിക്കണേ എന്ന് അവർ ചിന്തിക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കുമ്പസാരക്കാരൻ്റെ അടുത്ത് തന്നെ ഈ പാപങ്ങൾ ഏറ്റുപറയുന്നത് വഴിയുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ മനസാക്ഷിയെ ഒന്ന്
മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ പാപ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വ്യക്തിപരമായ ഒരു ഉപദേശം കിട്ടുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളോട് ചിലപ്പോൾ കരുണ കാണിക്കാൻ സാധിക്കുന്നു നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേകമായ ഒരു ഗൈഡൻസ്, ഒരു പ്രത്യേകമായ ചില ഉപദേശങ്ങൾ കൊടുക്കാൻ, ചില കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചൊരു തീർപ്പുണ്ടാക്കാനായിട്ട് ഒരു പക്ഷേ ഈ വ്യക്തിപരമായുള്ള കുമ്പസാരം വളരെ, പക്ഷേ ആര് എന്തൊക്കെ നടത്തിയാലും ഇത് ക്രിസ്തുവാണ് പാപം മോചിക്കുന്നത്. അപ്പം പക്ഷേ ഒരു ചോദ്യം ഉള്ളതേ, ഈ ആളുകൾ ചോദിക്കുന്ന, യൂത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ക്രിസ്തുവാണ്, ദൈവമാണ് പാപം മോചിക്കുന്നതെങ്കിൽ ദൈവത്തോടൊന്ന് ഏറ്റു പറഞ്ഞാൽ പോരെ, എന്തിനാണ് വൈദികനോട് ഏറ്റു പറയുന്നത്? അതിന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ കാണുന്നത്. ഒന്ന്, പാപത്തിന് തന്നെ പല ഭാവങ്ങളാണുള്ളത്, ഇഫക്ട്സ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അനുരഞ്ജന കൂദാശയിൽ ഞാൻ പാപം ചെയ്യുന്നത് വഴി ദൈവവുമായിട്ട് അകലുന്നു, പ്രപഞ്ചവുമായിട്ട് അകലുന്നു, സമൂഹവുമായിട്ട് അകലുന്നു, എന്നിൽ നിന്ന് തന്നെ അകലുന്നു. ഞാനും ദൈവവുമായിട്ടുള്ള ഈ അകൽച്ച, ആ മാനം, ഈ വെർട്ടിക്കൽ ഡയമെൻഷൻ ഒരു തരത്തിൽ നമ്മൾ നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ മാറുന്നതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഓരോ തെറ്റിനും ഒരു സാമൂഹികമായ മാനമുണ്ട്. ഞാനിപ്പോൾ ബിജുവിനെ വളരെ അസഭ്യം വിളിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരുന്നൊരു ഉപകാരം ഞാൻ ചെയ്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സഭയാകുന്ന ശരീരത്തിൽ വേറൊരു കോശത്തെ ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ട്. ആ കോശവുമായിട്ട് ഞാൻ അനുരഞ്ജനപ്പെടണം. അതുകൊണ്ടാണ് പണ്ട് പരസ്യമായ കുമ്പസാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പരസ്യമായി അങ്ങനെ നമുക്ക് എല്ലാവരോടും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ദൈവജനത്തിൻ്റെ പ്രതിനിധി ഞങ്ങളെപ്പോലെ പാപിയായിരിക്കുകയും ആ പാപത്തിൻ്റെ കരുണയുടെ ശുശ്രൂഷ ചെയ്യാൻ സഭയുടെ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ നിയോഗിക്കപ്പെടുകയും ചെയ്ത ഒരു അച്ഛൻ ഒരേ സമയം ദൈവത്തിൻ്റെ മീഡിയേഷനും അതുപോലെ തന്നെ ജനങ്ങളുടെ മീഡിയേഷനുമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ വൈയക്തിക മാനവും അതുപോലെ സാമൂഹിക മാനവും ആത്മീയ മാനവും ഒരുമിച്ച് സമഞ്ജസമായി സമ്മേളിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ വൈദികനോട് കുമ്പസാരിക്കുന്നത്. പക്ഷേ അവിടെ വൈദികൻ്റെ എന്തോ സ്വന്തമായ മെച്ചം കൊണ്ടോ മേന്മ കൊണ്ടല്ല, ക്രിസ്തു നൽകിയ ആ ശുശ്രൂഷയുടെ കാരുണ്യത്തിൻ്റെ കൃപയാണ് വാസ്തവത്തിൽ ആ ജനത്തിന് പാപിക്ക് നൽകുന്നത്. ഈ പൊതുകുമ്പസാരം മതിയോ എന്ന് നേരത്തെ എന്നോട് ബിജു ചോദിക്കലുണ്ടായി. അപ്പോൾ ഈ കുമ്പസാരത്തിന് 2-3 രീതികളുണ്ട്. ഒന്ന് വ്യക്തിപരമായ കുമ്പസാരം നമ്മൾ പറഞ്ഞു. ഇനി ഈ പൊതു കുമ്പസാരത്തിന് ഒരു പൊതുവായിട്ട് കാരണം പൊതുവായുള്ള ഒരുക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ന് അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കൺവെൻഷൻസ് നടക്കുന്നു, ധ്യാനങ്ങൾ നടക്കുന്നു. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു മെച്ചം വെച്ചാൽ ഈ എല്ലാവരെയും കുമ്പസാരിക്കാൻ ഒരുക്കുന്ന ഒരു ശുശ്രൂഷ. നമ്മൾ 5 കാര്യങ്ങളുണ്ട്. പാപങ്ങൾ ഓർക്കുക, പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക, മേലിൽ പ്രതിജ്ഞ എടുക്കുക, ഇനി പാവം ചെയ്യില്ലെന്ന് പിന്നെ ഏറ്റു പറയാനുള്ള ഒരു ഇത് കൊടുക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വലിയൊരു സമൂഹം ഉണ്ടാകുമ്പോൾ ഇന്ന് പൊതുവായിട്ട് കുമ്പസാരത്തിന് ഒരുക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് കുമ്പസാരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ ഒരു രീതിയാണ്. മൂന്നാമത്തെ ഒരു രീതിയുണ്ട്. അത് പൊതു മാപ്പ് നൽകുന്ന, പൊതു പാപമോചനം നൽകുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് സഭ അത് നിഷ്കർഷിക്കുന്നത്. പ്രത്യേകിച്ച് യുദ്ധം, ആ അവസരത്തിൽ ഇങ്ങനെയുള്ള വ്യക്തിപരമായ കുമ്പസാരം നടത്താൻ യാതൊരു സാധ്യതയില്ല. ഇനി മാത്രമല്ല, യുദ്ധത്തിൽ മരിച്ചു പോകുമെന്നും നമുക്ക് അറിയില്ല, പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഓരോ വ്യക്തിയെയും കുമ്പസാരിപ്പിക്കുക എന്നുള്ളതും വളരെ ക്ലേശകരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുന്ന മരണഭയം നിലനിൽക്കുന്ന അവസരങ്ങളിൽ, യുദ്ധങ്ങളിൽ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികൾ നടക്കുന്നു. ഇപ്പോൾ ഇന്നാൾ തന്നെ കൊറോണയൊക്കെ വന്ന് ആർക്കും കുമ്പസാരിക്കാൻ പറ്റാത്ത രീതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സങ്കടം നമ്മുടെ അൽമായർ വളരെയധികം ഒന്നും കുമ്പസാരിക്കാൻ പറ്റണില്ല വെച്ചാൽ, അതുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല, അപ്പോൾ ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്നൊക്കെ ഞാൻ ചില സംസാരങ്ങളിൽ, കോൺഫറൻസുകളിൽ നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്ന അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുണ്ടെങ്കിൽ പരിശുദ്ധ സഭ, മാർപ്പാപ്പ, മെത്രാൻ അങ്ങനെ ഒരു പൊതു മാപ്പ് കൊടുക്കുന്ന. പക്ഷേ കൃത്യമായിട്ട് കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഈ പ്രിവിലേജ് ഒരു വികാരിയച്ചനെ അങ്ങനെ നേരിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിക്കേണ്ടതാണ്. മെത്രാനോ അല്ലെങ്കിൽ മാർപ്പാപ്പയോ പ്രത്യേക സാഹചര്യങ്ങൾ പഠിച്ച്, അല്ലെങ്കിൽ റീജിയണൽ കോൺഫറൻസ് ഓഫ് ബിഷപ്സ് അല്ലെങ്കിൽ സിനഡുകൾ ഒരുമിച്ച് നോക്കി പഠിച്ചിട്ട് പറയേണ്ട ഒരു കാര്യമാണത്. അത് ധ്യാനമന്ദിരങ്ങളിലോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ആളുകൾ കൂടുതലുണ്ട് എന്നുള്ള ഒറ്റതിൻ്റെ പേരിൽ അത് അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം
കുമ്പസാരം എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ദൈവീകമായ ഒരു കൃപയുടെ ഒഴുക്ക്, അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സ്വീകരിച്ച ഒരു വൈദികനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മെത്രാനിൽ നിന്നോ അത് സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഈ സാമൂഹികമായ മാനം കൂടുതൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഒരു പക്ഷേ ഈ ഒരുമിച്ചുള്ള ഒരുക്കം, പൊതുവായിട്ടുള്ള ഒരുക്കം ഒരു പക്ഷേ സഹായിച്ചേക്കാം. ഞാൻ പാരീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ, പഠിക്കുമ്പോൾ ഒരു പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ അവിടെ ഈ കുമ്പസാരം എന്ന കുദാശയുടെ അനുരഞ്ജനത്തിൻ്റെ ഒരു സാമൂഹിക മാനം കുറേ കൂടി വ്യക്തമാക്കുന്നതിന് അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചില അവസരങ്ങളിൽ ഈ പൊതുവായിട്ടുള്ള ഒരുക്കത്തിൻ്റെ സമയത്ത് അവർ പറയും, ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ഈ പാപങ്ങൾ മുഴുവൻ പറയാനല്ല, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണം ഞാൻ എന്ന് ആദ്യം അച്ഛനോട് കുമ്പസാരിക്കുന്നതിന് മുമ്പ് പറയും. ചില സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പാപം, നേരിട്ട് ആ പാപം പറയാനല്ല, ആ പാപവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കും. ആ വ്യക്തിയോടല്ല ഇയാൾ തെറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഒരു സമൂഹത്തോട് പറയുന്നത് പോലെ. അപ്പോൾ ഇദ്ദേഹത്തിനോടും പറയും. അതിന് ശേഷമാണ് അച്ഛനോട് പോയി പറയുന്നത്. പിന്നെ അതുപോലെ ഞാൻ ചില സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട്, അച്ഛനും ഈ കുമ്പസാരിപ്പിക്കുന്ന വ്യക്തിയും കുമ്പസാരിക്കാൻ വന്ന വ്യക്തിയും നടക്കുകയാണ് ചെയ്യുന്നത്, നടന്ന് കുമ്പസാരിപ്പിക്കുക. ഒരു പ്രാവശ്യം അത് ഒരുക്കിയായിരുന്നു അച്ഛൻ ഞങ്ങളെ ആ അവസരത്തിലെ ഇടവക്കാർ. അപ്പോൾ നമ്മൾ ഈ കുമ്പസാര കൂട്ടിലിരുന്ന് കുമ്പസാരിച്ചിട്ട്, അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനും പാപിയാണ്, ഇദ്ദേഹവും പാപിയാണ്, നമ്മൾ രണ്ടുപേരും ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്നു, കുമ്പസാരക്കാരനും കുമ്പസാരിക്കുന്ന ആളും. അപ്പോൾ അതിവിടെയും ഒരു വലിയ ഒരു ദൈവശാസ്ത്ര വ്യത്യാസമുണ്ട്, അതിൽ മാനമുണ്ട്. ഈ കുമ്പസാരിക്കാൻ വരുന്ന ആൾക്കും തോന്നുന്നുണ്ട്, ഞാനൊരു യാത്രയിലാണ്, വീണു പോകാം. എന്നെപ്പോലെ തന്നെ ഈ അച്ഛനും പാപിയാണ്, അയാളും നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, ആ യാത്രയിൽ ദൈവമുണ്ട്. നമ്മൾ അങ്ങനെയൊക്കെയുള്ള പല പല പുതിയ മാനങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ കുമ്പസാരക്കൂട് തന്നെ മാറിയിട്ട് നമ്മൾ കൗൺസിലിംഗ് പോലെ ഇരുന്ന് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല. പല ആൾക്കാർക്കും വന്നിട്ട് ഈ സാധനം കടത്ത് കഴിച്ച് കാണാത്ത ഒരാളോ ഒരു പരിചയമില്ലാത്ത ചെവിടാക്കാത്ത അച്ഛന്മാരോ ബോധമില്ലാത്ത അച്ഛന്മാരുടെ അടുത്ത് ഫു 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 എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ചെയ്യുന്നിടത്തോളം ഈ കൂദാശ ഒരിക്കലും അർത്ഥവത്തായിട്ട് അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ആർദ്രമായ അനുഭവത്തിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ സാമൂഹികമായ മാനത്തെയും വൈയക്തികമായ മാനത്തിനെയും പരിപൂർണമായിട്ട് അതിനോട് പ്രതിബന്ധമായി നിന്നുകൊണ്ട് തന്നെ അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂദാശ വലിയൊരു അനുഗ്രഹമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. വളരെ ശരിയാണ് അച്ഛൻ പറഞ്ഞത്. കാരണം ഈ ഒരു ഉന്നതമാനത്തിലേക്ക് നമ്മുടെ വിശുദ്ധ കുമ്പസാരത്തെ മാറ്റിയെടുത്താൽ എത്രയോ അനുഗ്രഹപ്രദമാണ് വിശ്വാസികൾക്കത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഈ ആചാരബന്ധിതമായിട്ടുള്ള ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് കുമ്പസാരത്തിൻ്റെ ഈ വലിയ തലത്തിലേക്ക് ഉയരാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. വളരെ നന്ദി അച്ഛാ, ഈ എപ്പിസോഡിൽ അച്ഛൻ നൽകിയ ഈ മഹത്തായ വിശദീകരണങ്ങൾക്ക്. അനുരഞ്ജനമെന്ന കുദാശയുടെ അടിസ്ഥാനം ഭയമല്ല, നിത്യ നരകത്തെക്കുറിച്ചുള്ള പേടിയുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും തിരിച്ചറിയലാണ്. ആ മഹാസ്നേഹത്തിൽ നിന്നും നാം അകന്നുപോയത് തിരിച്ചറിയുകയും മാനസാന്തരത്തിലൂടെ ഒരു തിരിച്ചുവരവുമാണ്, ഒരു തിരിച്ചു നടക്കലുമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ വലയിലേക്ക് ഉൾച്ചേരുന്ന ആ മഹാപ്രക്രിയ നമുക്ക് അനുഭവിക്കുവാൻ ഈ എപ്പിസോഡ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.